ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എൻഗേജ് വിത്ത് ഇംഗ്ലീഷ്. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ബേസിക് തൊട്ട് വളരെ മനോഹരമായി പഠിച്ചുകൊണ്ട് വരികയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ കൂടുതലായി പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്ലൈഡ് നിങ്ങൾ നോക്കുക. പാർട്സ് ഓഫ് സ്പീച്ച്. അതായത് നാം ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം നാം സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് വാക്കുകൾ നാം യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഏതെങ്കിലും ഒരു പുസ്തകമോ എടുത്തു നോക്കിയാൽ അതിൽ ഒരുപാട് പദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ പദവും, ഈച്ച് ആൻഡ് എവ്രി വേർഡ് ഏത് കാറ്റഗറി എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. എങ്കിൽ അതിന്ന് നമ്മൾ പഠിച്ചാലോ. അതായത് ഇംഗ്ലീഷ് ഭാഷയിലെ ഏതൊരു പദം എടുത്തു നോക്കിയാലും അത് ഇവിടെ കാണുന്നത് പോലെ എട്ടാലൊരു വിഭാഗത്തിൽപ്പെട്ട ഒന്നായിരിക്കും. 8 വിഭാഗങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഈച്ച് ആൻഡ് എവ്രി വേർഡ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ 8 വിഭാഗങ്ങളാണ് ഉണ്ടാവുക. ആ 8 വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് അടുത്ത സ്ലൈഡിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കോളം മാത്രം നിങ്ങൾ നോക്കുക. നൗൺ, പ്രൊനൗൺ, വേർബ്, adjective, adverb, preposition, conjunction, interjection. ഈ 8 വിഭാഗങ്ങൾ പെടുന്ന ഒന്നായിരിക്കും ഓരോ പദവും. ഓക്കെ, അപ്പൊ അതിന്റെ ഉദാഹരണമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മലയാള അർത്ഥവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഓരോ സ്ലൈഡുകളിലായിട്ട് ഓരോന്നിനെ കുറിച്ചും വിശദമായി പഠിക്കാം. ഇതൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ടാബിളാണിത്. അതുകൊണ്ട് നിങ്ങളുടെ നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റഫ് ബുക്കിലോ മറ്റോ ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നാമതായി നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാമം എന്നാണ്. അതായത് a noun is a word that names a person, place, thing or idea. അതായത് ഒരു നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെയോ പേരായിരിക്കും. ഓക്കെ, ഉദാഹരണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒരു വ്യക്തിയുടെ പേര് എന്ന് പറഞ്ഞാൽ ബോയ്, അല്ലെ? ബോയ് എന്ന് പറയുന്നത് ആരെയാണ്? ഒരു വ്യക്തിയാണ്. അതായത് ഒരു വ്യക്തി തന്റെ ചെറുപ്രായത്തിൽ അതൊരു ആണാണെങ്കിൽ ബോയ് എന്നാണ് പറയുക, ആൺകുട്ടി എന്നാണ് പറയുക. അതൊരു പെൺകുട്ടിയാണെങ്കിൽ ഗേൾ എന്ന് പറയും. അപ്പോ ഈ ബോയ് എന്നുള്ളത് അതുപോലെ ഗേൾ എന്നുള്ളതൊക്കെ ഒരു നൗൺ ആണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് മാൻ, വുമൺ, ഓക്കെ, ടീച്ചർ, അതൊക്കെ ഓരോ വ്യക്തികളെ സൂചിപ്പിക്കുന്ന നൗണുകളാണ്. ഇനി സ്കൂൾ എന്നുള്ളത് അതെ പ്ലേസിനെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. എവിടെ നിന്നാണോ നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത് അതിന് നമ്മളെ സഹായിക്കുന്ന സ്ഥലമാണ് സ്കൂള്. അപ്പോ സ്കൂൾ എന്നുള്ളത് എന്താണ്? ഒരു നൗൺ ആണ്. ഇനി ഒരു വസ്തുവിന്റെ പേരെന്താണ്? പെന്ന്. ഓക്കെ, പെൻ എന്നുള്ളത് ഒരു വസ്തുവിന്റെ പേരാണ്. അതുപോലെ പെൻസിൽ മറ്റൊരു വസ്തുവിന്റെ പേരാണ്, നൗൺ ആണ്. ഓക്കെ, ഇനി ഒരു ആശയത്തിന്റെ പേര് ലവ്. ഓക്കെ, സ്നേഹം. നമുക്ക് കാണാൻ പറ്റാത്തൊരു സാധനത്തിനെയാണ് ഐഡിയ എന്ന് പറയുന്നത്. ഒരു ആശയം, ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ലവ്, അതുപോലെ സത്യസന്ധത, ഹോണസ്റ്റി, അതുപോലെ ദേഷ്യം, ആങ്കർ തുടങ്ങിയ ഒരുപാട് നൗണുകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോരു ആശയത്തിന്റെ പേരുകളാണ്. അതൊക്കെ നൗണ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അടുത്ത സ്ലൈഡ് നോക്കൂ. രണ്ടാമത്തത് പ്രൊനൗൺ, അതായത് സർവനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ എ പ്രൊനൗൺ ഈസ് എ വേർഡ് ദാറ്റ് റീപ്ലേസസ് എ നൗൺ. നമ്മൾ ഒരു സെന്റൻസിൽ ഒരു നൗൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് തുടർന്ന് വരുന്ന സെന്റൻസുകളിൽ ആ നൗണിനെ നമ്മൾ എന്താക്കൂല, റിപ്പീറ്റഡ് ആയി യൂസ് ചെയ്യൂല. അതിന് പകരം റീപ്ലേസ് ചെയ്യുന്ന നൗണിനെയാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. നമ്മൾ സബ്ജക്റ്റുകളുടെ കൂട്ടത്തിൽ 8 സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഐ, വി, യു, ഹി, ഷി, ഇറ്റ്, ദേ. 8 സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഈ 8 സബ്ജക്റ്റുകളും ഒന്നെങ്കിൽ വ്യക്തിയോ ഒന്നെങ്കിലും വസ്തുക്കളോ ആയിരിക്കും. അതിന് പകരം നമ്മൾ വീണ്ടും ആവർത്തിച്ച് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ 8 പ്രൊനൗണുകൾ. അതായത് ഐ എന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കും. ആ വ്യക്തി പിന്നീട് പറയുന്ന സമയത്ത് ഞാൻ എന്നാണ്
പറയുക. ഓക്കെ, ഇപ്പോ എന്റെ പേര് അബൂബക്കർ സിദ്ദീഖ് എന്നാണ്. പിന്നീട് ഞാൻ പറയുന്ന സെന്റൻസുകളിൽ നിന്നൊക്കെ ഞാൻ എന്ത് പറയൂല, അബൂബക്കർ സിദ്ദീഖ് എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയൂല. ഞാൻ എന്നൊക്കെ ആയിരിക്കും പറയുക. അതുപോലെ തന്നെയാണ് ഞങ്ങൾ എന്നും, അതുപോലെ നീ എന്നും, അതുപോലെ അവന്, അവള്, അത്, അവർ, എല്ലാ പ്രൊനൗൺ എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ വസ്തുവോ ആയിരിക്കും. ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഏതാണോ യോജിച്ചത് അത് തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യും. അപ്പൊ ഒരു നൗണിന് പകരമായി വരുന്ന നാമത്തെയാണ് സർവനാമം, പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്ലൈഡ് നോക്കിയാൽ മൂന്നാമത്തത് വേർബ്, ക്രിയ. അത് നമുക്ക് ചിലപ്പോ എല്ലാവർക്കും അറിയുന്ന ഒന്നായിരിക്കും ക്രിയ, അല്ലേ? നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ, എന്താണ് ക്രിയ എന്ന് പറഞ്ഞാൽ? ഒരുപാട് പേർക്ക് കിട്ടി, കുറച്ച് പേർക്ക് ഇനിയും മനസ്സിലാവാത്തതുണ്ട്. ഒന്ന് നമുക്ക് നോക്കാം. എ വേർബ് ഈസ് എ വേർഡ് ദാറ്റ് ഷോസ് ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഒരു വേർബ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന, കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു ആയിത്തീരുന്ന അവസ്ഥയെ കാണിക്കുന്ന ഒരു പദമാണ് വേർബ് എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ആക്ഷനെ കാണിക്കുന്ന ഇതിന് ഉദാഹരണം, അതായത് ഒരാളുടെ പ്രവർത്തനം, റൺ, ഓടുക എന്നുള്ളത് ഒരു പ്രവർത്തനമാണ്. അതുപോലെ പ്ലേ, കളിക്കുക എന്നുള്ളത് ഒരു പ്രവർത്തനമാണ്. അതുപോലെ നാം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, തിന്നുക, കുടിക്കുക, അതുപോലെ നിങ്ങൾ ഒന്ന് പറഞ്ഞേ, പറയൂ, തുള്ളുക, അതുപോലെ കടിക്കുക, പറയൂ, നീന്തുക, നടക്കുക. ഓക്കെ. അതുപോലെ തന്നെ ആയിത്തീരുന്ന അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ആം നമ്മൾ അർത്ഥം പഠിച്ചിട്ടുണ്ട്. ആം ആകുന്നു എന്നാണ്. ആവുക എന്നുള്ളത് ഒരാൾ ചെയ്യുന്ന പ്രവർത്തനമല്ല, അത് ആയിത്തീരുന്നതാണ്. ഒരു സബ്ജക്റ്റിൽ ഉണ്ടായിത്തീരുന്ന അവസ്ഥയാണ്. അതുപോലെ വേർ എന്നുള്ളതും ആയിരുന്നു എന്നുള്ളതും അത് ചെയ്യുന്നതല്ല, അത് ഉണ്ടായിത്തീരുന്ന അവസ്ഥയാണ്. അപ്പോ ഇതൊക്കെ വേർബ് എന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. ഇനി നാലാമത്തത് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. അതായത് നമ്മൾ നൗണ് പഠിച്ചിട്ടുണ്ട്. നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ പേരാണ്. അപ്പൊ ഈ പേരിന് കൊടുക്കുന്ന വിശേഷണങ്ങളൊക്കെ അഡ്ജക്റ്റീവ് എന്നാണ് പറയുക. An adjective is a word that describes a noun or pronoun. ഓക്കെ, ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ വിശദീകരിക്കുന്ന വേർഡിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുക. ഉദാഹരണം നോക്കിയാൽ ടോൾ, റെഡ്, ബ്യൂട്ടിഫുൾ, സ്മോൾ. ടോൾ എന്ന് പറഞ്ഞാൽ നീണ്ട, അല്ലെ, നീളമുള്ള. അതുപോലെ റെഡ്, ചുവന്ന. ബ്യൂട്ടിഫുൾ, മനോഹരമായ. സ്മോൾ, ചെറിയ. ഇതൊക്കെ നമ്മളൊരു നൗണിന് കൊടുക്കുന്ന വിശേഷണങ്ങളാണ്, അല്ലെ? ഉയരം കൂടിയ വ്യക്തി, അല്ലെ? വ്യക്തി എന്ന നൗണിന് കൊടുക്കുന്ന വിശേഷണമാണ് ഉയരം കൂടിയ, ടോൾ എന്നുള്ളത്. അതുപോലെ ചുവന്ന പൂവ്. പൂവ് എന്നുള്ളത് ഒരു തിങ്ങിന്റെ പേരാണ്, അല്ലെ? ഒരു വസ്തുവിന്റെ പേരാണ്. അപ്പൊ അതിന് കൊടുക്കുന്ന വിശേഷണമാണ് റെഡ് എന്നുള്ള കളർ. ഓക്കെ. അതുപോലെ ബ്യൂട്ടിഫുൾ, അല്ലെ? ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ബ്യൂട്ടിഫുൾ ആയ, നല്ല സുന്ദരിയായ കുട്ടിയാണ് എന്ന് പറയൽ എങ്ങനെയാണ്? ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പൊ ഗേൾ എന്ന ഒരു നൗണിന് കൊടുക്കുന്ന വിശേഷണമാണ് ബ്യൂട്ടിഫുൾ. അതുപോലെ സ്മോൾ, ഒരു ബോൾ ആണെങ്കിൽ സ്മോൾ ബോൾ, അല്ലെ? ചെറിയ പന്ത്. അപ്പൊ ഒരു ബോൾ എന്ന നൗണിന് കൊടുക്കുന്ന വിശേഷണമാണ് സ്മോൾ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന വിശേഷണങ്ങളെ, നാമങ്ങൾക്ക് കൊടുക്കുന്ന വിശേഷണങ്ങളെ നാമവിശേഷണം, അഡ്ജക്റ്റീവ് എന്ന കാറ്റഗറിയിലാണ് നാം പെടുത്തുക. ഇനി അഞ്ചാമത് ആഡ്വേർബ്. ആഡ്വേർബ് നമ്മൾ അഡ്ജക്റ്റീവ് നാമവിശേഷണമാണ് പറഞ്ഞത്, എന്നാൽ ആഡ്വേർബ് ക്രിയാവിശേഷണമാണ്. നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ആ പ്രവർത്തനം ചെയ്യുന്നതിന് ചില വിശേഷണങ്ങൾ, സവിശേഷതകൾ ഉണ്ടാകും. ചിലപ്പോ സ്പീഡിലായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും ചെയ്യുക. അതുപോലെ എങ്ങനെ ചെയ്തു, ഒരു പ്രവൃത്തി എങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിനെ സൂചിപ്പിക്കുന്നതാണ്, അവിടെ വെച്ചാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ വെച്ചാണ് ചെയ്തത്. അപ്പം വേർബുമായി ബന്ധപ്പെട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡിനെ ആഡ്വേർബ് എന്നാണ് പറയുക. An adverb is a word that describes a verb
adjective or another adverb. ഓക്കെ, ഒരു ആഡ്വേർബിനെ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെ അല്ലെങ്കിൽ ഒരു വേർബിനെ തന്നെ വിശദീകരിക്കുന്ന, ഓക്കെ, ഒന്നെങ്കിൽ വേർബിനെ വിശദീകരിക്കും. പെട്ടെന്ന് പോയി. ഓക്കെ, അപ്പൊ പോവുക എന്ന പ്രവർത്തനത്തിന് ക്വിക്ലി, പെട്ടെന്ന് എന്നുള്ളത് ഒരു ആഡ്വേർബ് ആണ്. ഇനി അഡ്ജക്റ്റീവിനെ വിശദീകരിക്കുന്ന ആഡ്വേർബ് ഉണ്ടാവും. അതായത് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഗേൾ എന്നുള്ളത് ഒരു നൗണാണ്, ഒരു പെൺകുട്ടി, അതൊരു നൗണാണ്. അപ്പൊ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ആ നൗണിന്റെ വിശേഷണമാണ്, അതായത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, പറയുന്നത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? അതായത് ഒരു നൗണിന് കൊടുക്കുന്ന വിശേഷണത്തെ നമ്മൾ എന്താണ് പറയുക? അതെ, നാമവിശേഷണം, അഡ്ജക്റ്റീവ് എന്നാണ്. ഓക്കെ, അഡ്ജക്റ്റീവിനെ വിശദീകരിക്കുന്ന ആഡ്വേർബ് ഉണ്ടാവും. അതായത് വെരി ബ്യൂട്ടിഫുൾ ഗേൾ, വളരെ മനോഹരിയായ കുട്ടിയാണവൾ, വളരെ സൗന്ദര്യവതിയായ കുട്ടിയാണവൾ. എങ്ങനെ പറയും? വെരി എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പൊ അത് ബ്യൂട്ടിഫുൾ എന്നതിനെ വിശദീകരിക്കുന്നതാണ്. എത്ര മനോഹരമാണ്? വളരെ മനോഹരമാണ്. ഓക്കെ, അപ്പൊ അത് ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവിനെ വിശദീകരിക്കാൻ വന്ന ആഡ്വേർബ് ആണ്. ഇനി ചിലപ്പോ ആഡ്വേർബിനെ തന്നെ വിശദീകരിക്കാൻ വേണ്ടി ആഡ്വേർബ് വരാറുണ്ട്. അതായത് ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെന്റൻസ് പറയുകയാണ്, ഹീസ് റണ്ണിങ് ക്വിക്ലി, അവന് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഹീസ് റണ്ണിങ് ക്വിക്ലി, അവൻ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഓടുക എന്നുള്ള ആ ഒരു പ്രവർത്തനത്തിന് വിശേഷണം കൊടുത്തതാണ് ക്വിക്ലി എന്നുള്ളത്, ആഡ്വേർബ്. എന്നാൽ ആ ഒരു ക്വിക്ലി എന്ന ആഡ്വേർബിനെ തന്നെ വിശദീകരിക്കാൻ മറ്റൊരു ആഡ്വേർബ് കൂടി ചിലപ്പോ വരും. അതായത് ഹി ഓൾവേസ് റൺസ് ക്വിക്ലി. ഓക്കെ, അവൻ എപ്പോഴും ഓടുന്നത് വേഗത്തിലാണ്. അപ്പൊ വേഗത്തിലാണ് എപ്പോഴും. ഓക്കെ, എപ്പോഴും വേഗത്തിലാണ്. അപ്പൊ വേഗത, ആ വേഗത്തിൽ ഓടുക എന്നുള്ള ആഡ്വേർബിനെ വീണ്ടും ഒരു ആഡ്വേർബ് കൊടുത്തുകൊണ്ട്, അതായത് വേഗത്തിൽ ഓടുന്നവനാണ്, ആ വേഗത്തിൽ എന്നുള്ളത് എപ്പോഴുമാണ്. ഓക്കെ, ഓടുമ്പോഴെല്ലാം എന്താണ്? വേഗത്തിൽ ഓടുന്നവനാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു വേഗത്തിൽ എന്നുള്ളത് എപ്പോഴുമാണ്, വേഗത്തിൽ ഓടുക എന്നുള്ളത് എപ്പോഴും നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ ഒരു ആഡ്വേർബിനെ തന്നെ മറ്റൊരു ആഡ്വേർബിനെ കൊണ്ട് വിശദീകരിക്കും. അപ്പൊ ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ ഒരു വേർബിനെയോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ ഒരു ആഡ്വേർബിനെയോ, ഞാനിവിടെ ഓരോന്നിന്റെയും പേര് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കണം. കാരണം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, വേർബ് പഠിച്ചു, അഡ്ജക്റ്റീവ് പഠിച്ചു, ആഡ്വേർബും പഠിച്ചു. അപ്പോൾ ഞാൻ ഓരോന്നിന്റെയും ഇനി ആഡ്വേർബ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ വേർബ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്ത് എന്ന് നിങ്ങളുടെ മനസ്സിൽ വരണം. ഓക്കെ അല്ലേ? അപ്പോ ഇതിന്റെ ഉദാഹരണങ്ങൾ ക്വിക്ലി ഞാൻ പറഞ്ഞു, പെട്ടെന്ന് അല്ലെ, ഓടുക, പെട്ടെന്ന് എന്നുള്ളത് ഓടുക എന്നതിനൊക്കെ കൊടുക്കുന്ന വിശേഷണമാണ്, അല്ലെങ്കിൽ നടക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൊടുക്കുന്ന വിശേഷണമാണ്. വെരി എന്നുള്ളത് ചിലപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, അഡ്ജക്റ്റീവിന് കൊടുക്കുന്ന വിശേഷണങ്ങളാണ്. വളരെ സുന്ദരിയായ, അല്ലെ, വളരെ ചെറിയ, ഓക്കെ, ചെറിയ പന്ത്, വളരെ ചെറിയ പന്ത്. ഓക്കെ, നേരത്തെ സ്മോൾ എന്നുള്ളത് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് പഠിച്ചത്. അപ്പൊ ആ ഒരു അഡ്ജക്റ്റീവിന് നമ്മൾ ആഡ്വേർബ് കൊടുക്കും, വെരി സ്മോൾ എന്നാക്കും. ഓക്കെ അല്ലെ? അതുപോലെ ഓൾവേസ്, ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു ഓൾവേസിന്റെ. അതുപോലെ തന്നെ ഹിയർ, ഇവിടെ. ഓക്കെ, ഞാൻ അവനെ ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഐ മെറ്റ് ഹിം ഹിയർ. ഓക്കെ, ഞാൻ അവനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പൊ ഇവിടെ എന്നുള്ളത് ആ കണ്ടുമുട്ടിയത് ഇവിടെയാണ്. അപ്പൊ അത് ആഡ്വേർബ് ആണ്. ഓക്കെ, കണ്ടുമുട്ടുക എന്നുള്ള പ്രവർത്തനം നടന്നത് ഇവിടെയാണ്. അപ്പൊ അതൊരു ആ ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പൊ അതൊരു ആഡ്വേർബ് ആണ്. അപ്പൊ ഇവിടെ, അവിടെ എന്നൊക്കെ പറയുന്നത് ആഡ്വേർബ് ആണ്. ഇനി ആറാമതായി അടുത്ത സ്ലൈഡിൽ കാണുന്നത് പോലെ ആറാമതായി പഠിക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻ. ഓക്കെ, സംബന്ധ ബോധകം എന്നാണ് അതിന്റെ മലയാളം. മലയാളമൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഒരു പിടുത്തവും കിട്ടൂല അല്ലെ? സംബന്ധ ബോധകം, ചില ആൾക്കത് വായിക്കാനെ തന്നെ കിട്ടൂല. അപ്പൊ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈസിയാണ് മനസ്സിലാക്കാൻ. എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് ദാറ്റ് ഷോസ് ദ റിലേഷൻ ഓഫ് എ നൗൺ ഓർ പ്രൊനൗൺ ടു അനദർ വേർഡ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ ഒരു വേർഡിന് മറ്റൊരു വേർഡുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് പ്രിപ്പോസിഷൻ. ഓക്കെ, ഒരു വേർഡിന്
മറ്റൊരു പ്രൊനൗണിനോടോ അല്ലെങ്കിൽ നൗണിനോടോ ഉള്ളൊരു ബന്ധം. അപ്പൊ അത് രണ്ട് നൗണുകളാകാം, അല്ലെങ്കിൽ പ്രോനൗൺ ആവാം, എന്തുമാവാം. അപ്പോ ആ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നതാണ് പ്രിപ്പോസിഷൻ. ഉദാഹരണത്തിന് ഇപ്പോ രണ്ട് പദങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. ഒന്ന് പെൻ, അതുപോലെ ടേബിൾ. രണ്ടും ഒരു വസ്തുവിന്റെ പേരാണ്, അപ്പൊ നൗണാണ് അല്ലെ. പെൻ എന്നുള്ളത് ഇനി നിങ്ങൾക്ക് ഓരോ വേർഡ് കിട്ടിയാലും നമ്മൾ അതെന്താണ് എന്ന് പറയാൻ കഴിയണം. പെൻ എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയാണ്? നൗണാണ് അല്ലെ, ഒന്നിന്റെ പേരാണ്. അതുപോലെ ടേബിൾ, അതെ, ഒരു വസ്തുവിന്റെ പേരാണ്, അപ്പൊ അതും നൗണാണ്. അപ്പൊ ഈ രണ്ട് നൗണും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ബന്ധം? അതായത് ഒരു മേശയുടെ മുകളിൽ ഒരു പേനയുണ്ടെങ്കിൽ ആ മേശയും പേനയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ പേന മേശയുടെ മുകളിലാണ് എന്നതാണ്. അപ്പൊ മുകളിൽ എന്നുള്ള ഒരു ബന്ധമാണ് അല്ലെ. അപ്പോ ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ, ടേബിളിന്റെ മുകളിലാണ്. അപ്പോ അവിടെ ഒരു ഓൺ, ഓക്കെ, ഓൺ എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ വന്നു. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ഇനി പോക്കറ്റ്, അതുപോലെ പെൻ, രണ്ടും നൗണാണ്. പെൻ എന്നുള്ളത് ഒരു വസ്തുവിന്റെ പേര്, പോക്കറ്റ് എന്നുള്ളതും ഒരു പേരാണ്. അപ്പോ പേന പോക്കറ്റിലാണ് അല്ലെ. ദ പെൻ ഈസ് ഇൻ ദി പോക്കറ്റ് അല്ലെ, ഇൻ ദി പോക്കറ്റ് എന്നാണ് പറയുക. അപ്പോ ഇൻ ദ പോക്കറ്റ് എന്ന് പറയുമ്പോ ഇന്ന് ബന്ധാണ്, ഉള്ളിലാണ് എന്നുള്ളൊരു ബന്ധാണ്. ഇൻ ദ പോക്കറ്റ് എന്ന് പറയുമ്പോ ഇന്ന് ബന്ധാണ്, അതായത് ഉള്ളിൽ എന്നുള്ളൊരു ബന്ധാണ്. അപ്പൊ ഇത്തരം ഒരു നൗണ് മറ്റൊരു നൗണുമായിട്ട് അല്ലെങ്കിൽ പ്രൊനൗണുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന, ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുക. ഇതിന്റെ ഉദാഹരണം നോക്കിയാൽ ഇന്ന് അല്ലെ, ഇന്നിന്റെ അർത്ഥം ഇൽ എന്നുള്ള അർത്ഥം, ഉള്ളിൽ. ഓക്കെ, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, അറ്റ് എന്ന് പറഞ്ഞാൽ സമീപത്ത്, വശത്ത് എന്നൊക്കെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇപ്പൊ അറ്റെടുത്ത് നോക്കിയാൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന സമയത്ത്, അതായത് അവന് അതുപോലെ ഗേറ്റ്, രണ്ട് പദങ്ങൾ. ഹി എന്നുള്ളത് എന്താണ്? ഒരു പ്രൊനൗൺ ആണ്. ഗേറ്റ് എന്നുള്ളത് ഒരു വസ്തുവിന്റെ പേരാണ്, ഗേറ്റ്. ഓക്കെ, അപ്പോ അവൻ ഗേറ്റിന്റെ അടുത്താണെന്ന് എങ്ങനെ പറയും? ഈസ് അറ്റ് ദി ഗേറ്റ്, ഈസ് അറ്റ് ദി ഗേറ്റ്. അപ്പോ അവനും ആ ഗേറ്റും തമ്മിലുള്ള ബന്ധം അറ്റ് ബന്ധാണ്. ഓക്കെ അല്ലെ, അതിന്റെ അടുത്ത് അല്ലെങ്കിൽ സമീപത്ത് എന്നുള്ള ഒരർത്ഥാണ് വരുന്നത്. അതായത് കൃത്യസ്ഥലത്ത്, കൃത്യസമയത്ത് എന്നൊക്കെ സൂചിപ്പിക്കാൻ നമ്മൾ പദങ്ങൾക്ക് മുമ്പിൽ അറ്റാണ് യൂസ് ചെയ്യുക. അതുപോലെ അണ്ടർ, അണ്ടർ അതായത് എന്തെങ്കിലും ഒരു വസ്തു. ഇപ്പോ ബോൾ എന്നുള്ളതും അതുപോലെ ടേബിൾ എന്നുള്ള രണ്ട് നൗണുകൾ എടുത്തു നോക്കിയാൽ അത് തമ്മിലുള്ള ബന്ധം, ദ ബോൾ ഈസ് അണ്ടർ ദ ടേബിൾ, ബോള് ടേബിളിന്റെ അടിയിലാണ്. ഓക്കെ, അപ്പോ ആ ഒരു ബോളും ടേബിളും തമ്മിലുള്ള ബന്ധം അടിയിൽ ബന്ധമാണ്. ഓക്കെ, അണ്ടർ ദ ടേബിൾ, ടേബിളിന് അടിയിൽ. അതുപോലെ ബിറ്റ്വീൻ, ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഇടയിൽ നിന്നാണ് അർത്ഥം വരുന്നത്. അതായത് ഇപ്പോ ഒരാള് ഒരു രണ്ട് മരങ്ങൾക്കിടയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഹി ഈസ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ ട്രീസ്, ബിറ്റ്വീൻ ദ ടു ട്രീസ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ട്രീസ്, ആ മരങ്ങൾക്കിടയിലാണ് അയാൾ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാളും ആ മരങ്ങളും തമ്മിലുള്ള ബന്ധം ഇടയിൽ ബന്ധാണ്. ഓക്കെ അല്ലെ. അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു നൗണ് മറ്റൊരു നൗണുമായിട്ട് അല്ലെങ്കിൽ ഒരു നൗണിന് മറ്റൊരു പ്രൊനൗണുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്ന, ഏത് രീതിയിലുള്ള ബന്ധമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് പ്രിപ്പോസിഷൻസ്. ഇനി അടുത്ത സ്ലൈഡ് എടുത്ത് നോക്കിയാൽ കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളം കാണുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷെ ഒന്നും മനസ്സിലാവൂല, യോഗബോധകം. അതായത് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. എ കൺജങ്ഷൻ ഈസ് എ വേർഡ് ദാറ്റ് ജോയിൻസ് വേർഡ്സ്, ഫ്രേസസ് ഓർ സെന്റൻസസ്. രണ്ട് വാക്കുകളെയോ അല്ലെങ്കിൽ രണ്ട് വാക്കുകളുടെ കൂട്ടങ്ങളെയോ അല്ലെങ്കിൽ രണ്ട് വാക്യങ്ങളെയോ, സെന്റൻസ് എന്ന് പറയുമ്പോൾ വാക്യങ്ങൾ, ആ രണ്ടെണ്ണത്തിന് തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൺജങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കാറ്റഗറിയുടെ ഉദാഹരണങ്ങൾ നോക്കിക്കോ. ആൻഡ് നമ്മൾക്കറിയാം, രണ്ട് വസ്തുക്കളെ ചേർക്കാൻ ഉപയോഗിക്കുന്നതാണ് ആൻഡ് അല്ലെ, ആപ്പിൾ ആൻഡ് ഓറഞ്ച്. ഇപ്പൊ രണ്ടിനെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്തു.
ബട്ട് ഒരു കൺജങ്ഷൻ ആണ്. അതായത് എനിക്ക് ആപ്പിൾ അല്ല വേണ്ടത്, ഓറഞ്ച് ആണ് എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് നീഡ് ആപ്പിൾ ബട്ട് ഓറഞ്ച്. ഓക്കെ, അപ്പോ ആപ്പിളിനെയും ഓറഞ്ചിനെയും ചേർക്കാൻ വേണ്ടി ബട്ട് വന്നു. ഓക്കെ, ഇനി ഓർ, അതായത് നിനക്ക് ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് എടുക്കാം. യു ക്യാൻ ടേക്ക് ആപ്പിൾ ഓർ ഓറഞ്ച്. അപ്പോ ഓർ എന്നുള്ളത് രണ്ടിനെയും യോജിപ്പിക്കാൻ വേണ്ടി വന്നു. അതുപോലെ ബിക്കോസ് എന്നുള്ളത് രണ്ട് സെന്റൻസുകളെ യോജിപ്പിക്കാൻ വേണ്ടി വരും. ഓക്കെ, ഈ മിസ് ദ ബസ് ബിക്കോസ് ഹി വാസ് ലേറ്റ്. ഓന് ലേറ്റ് ആയതുകൊണ്ട് ബസ് മിസ്സായി. അപ്പോ രണ്ട് സെന്റൻസ്, ഹി മിസ് ദ ബസ് എന്നുള്ള ഒരു സെന്റൻസ് ആണ്, അതുപോലെ ഹി വാസ് ലേറ്റ് എന്നുള്ളത് മറ്റൊരു സെന്റൻസ് ആണ്. അപ്പോ അത് രണ്ടിനെ യോജിപ്പിക്കാൻ വേണ്ടി ബിക്കോസ് വന്നു. അതുപോലെ ലാസ്റ്റ് കാറ്റഗറി ഇന്റർജെക്ഷൻ ആണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഏത് പദം എടുത്തു നോക്കിയാലും, ഒരാൾ സംസാരിക്കുന്ന ഏത് വാക്കെടുത്തു നോക്കിയാലും, അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ ഏതൊരു വേർഡ് എടുത്തു നോക്കിയാലും നമ്മൾ ഇതുവരെ പഠിച്ച 7 കാറ്റഗറിയിൽ ഒന്നായിരിക്കും. ഇനി ചിലപ്പോൾ ഇതൊന്നുമല്ലാത്ത ചില വാക്കുകൾ ഉണ്ടാകും. യഥാർത്ഥത്തിൽ അത് ലാംഗ്വേജിൽ പെടുന്നത് ആയിക്കൊള്ളണമെന്നുമില്ല. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വൈകാരികമായ നിമിഷങ്ങളിൽ, ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഒരു അതിനനുസരിച്ചുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. അതായത് നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു മൊമെന്റ് ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ, ഒരു അത്ഭുതകരമായ ഒരു സംഭവം സംഭവിച്ചാലൊക്കെ നമ്മൾ വാവ് എന്ന് പറയും. വാവ്, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ, വാവ് ഐ ഗോട്ട് ദ പ്രൈസ്, അല്ലെങ്കിൽ വാവ് ഐ വോൺ ദ മാച്ച്. അങ്ങനെ നമ്മൾ എന്താക്കും? വാവ് എന്ന് പറയും. അതൊരു കൃത്യമായിട്ട് അതൊരു ഇംഗ്ലീഷ് പദം അല്ല, പക്ഷെ നമ്മൾ അതൊരു പദമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം അതായത് നമ്മൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ളൊരു വേർഡ് കാണുകയും വാവ് എന്നുള്ളൊരു പദം കണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ഏതൊരു കാറ്റഗറിയിലാണ് ഇത് പെടുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടേ. അതുകൊണ്ട് നമ്മൾക്ക് ഈച്ച് ആൻഡ് എവറി വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അങ്ങനെ വരുന്ന ചില വാക്കുകളെ അത് വേറെ തന്നെ ഒരു കാറ്റഗറി ആക്കി, ഇന്റർജെക്ഷൻ എന്നുള്ളൊരു കാറ്റഗറി ആക്കി. ഉദാഹരണത്തിന് വേദനിക്കുമ്പോൾ നമ്മളെ ലാംഗ്വേജിൽ ചിന്തിച്ചു നോക്കിയാല് നമ്മൾ ചിലപ്പോ അയ്യോ, അല്ലെങ്കിൽ ആ, അല്ലെങ്കിൽ ചിലപ്പോ അമ്മേ, അല്ലാ എന്നൊക്കെ ചില വാക്കുകൾ നമ്മൾ എന്താക്കും, സൗണ്ടുകള് ചില സന്ദർഭങ്ങളിൽ പുറപ്പെടുവിക്കാറുണ്ട്. അത് ഓരോരോ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരും അങ്ങനെ വാവ്, ഓ, അല്ലെങ്കിൽ അലാസ്, അങ്ങനെ ചില വാക്കുകൾ പുറപ്പെടുവിക്കാറുണ്ട്. അതൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെടല്? ഇന്റർജെക്ഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് പെടല്. ആൻഡ് ഇന്റർജെക്ഷൻ ഈസ് എ വേർഡ് ദാറ്റ് എക്സ്പ്രസസ് സഡൻ ഫീലിങ്സ് ഓർ ഇമോഷൻസ്. ഓക്കെ, പെട്ടെന്നുണ്ടാകുന്ന തോന്നലുകൾ, അതുപോലെ വൈകാരികമായ സിറ്റുവേഷൻസ് ഒക്കെ പ്രകടിപ്പിക്കുന്ന വേർഡിനെയാണ് ഇന്റർജെക്ഷൻ എന്ന് പറയുക. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാവ്, ഓ, അലാസ്. ഓക്കെ, അപ്പോ ഇതൊക്കെ ഇന്റർജെക്ഷനിലാണ് പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ചർച്ച ചെയ്തത്. അതായത് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിലെ ഈച്ച് ആൻഡ് എവറി വേർഡ് എടുത്തു നോക്കിയാലും നമുക്ക് അതിനൊരു കാറ്റഗറിയിൽ പെടുത്താൻ കഴിയണം. അപ്പൊ ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഏതൊരു പദം എടുത്തു നോക്കിയാലും ഈ പറഞ്ഞ 8 കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും. ഇനി ഇവിടെ എന്നത്തെയും പോലെ ഒരു കിക്ക് ടെസ്റ്റ് ഉണ്ട്. അതായത് ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ പാരഗ്രാഫിലെ ഈച്ച് ആൻഡ് എവറി വേർഡ് അത് ഏതാണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. Wow, yesterday Ravi and he were playing in a big park. They played happily with their friends and they enjoyed a lot. It was a sunny day but they were not tired. Okay, ഈ ഒരു പാരഗ്രാഫിൽ വാവ് എന്താണ്, ഏത് കാറ്റഗറിയാണ്? യെസ്റ്റർഡേ ഏത് കാറ്റഗറിയാണ്? രവി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ, ഇവിടെ അല്ലെങ്കിൽ സമയത്തെ സൂചിപ്പിക്കുന്നതൊക്കെ ഏതാണ്? അത് ആഡ്വേർബ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഓർമ്മ വരണം. ഓക്കെ അല്ലേ? അതുപോലെ ഇതില് ചില നിങ്ങൾക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ ആകുന്ന ചില പദങ്ങൾ ഉണ്ടാകും. എ, അതുപോലെ ദ എന്നൊക്കെ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആകും. എന്നൊക്കെ ഉള്ളത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നതാണ്. ഇപ്പോ
ബോയ് എന്നുള്ളതിന് എ ബോയ് എന്ന് കൊടുത്താൽ ഒരു കുട്ടി എന്നാവും. സ്റ്റുഡന്റ്, ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ്. ഒരു വിദ്യാർത്ഥി എന്ന് എങ്ങനെ പറയാ? എ സ്റ്റുഡന്റ്, ഒരു വിദ്യാർത്ഥി. അപ്പൊ വിദ്യാർത്ഥി എന്നുള്ള പദത്തിന് മുമ്പിൽ എ വരുമ്പോ ഓക്കെ, അപ്പൊ അത് ആ ഒരു സ്റ്റുഡന്റ് എന്നുള്ള നൗണിന് കൊടുക്കുന്ന വിശേഷണമാണ്. അതായത് ഏത് സ്റ്റുഡന്റും ആവാം. ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റുഡന്റും ആവാം എന്നല്ലേ? അപ്പൊ അതിന് കൊടുക്കുന്ന ഒരു വിശേഷണമാണ്. അപ്പൊ അത് എ എന്നുള്ളത് ഏതിൽ പെടും? നാമവിശേഷണം. അതെ, അഡ്ജക്റ്റീവിലാണ് പെടുക. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അതായത് പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ചിലപ്പോൾ നോട്ട്, ലാസ്റ്റുള്ള നോട്ട് ടയേർഡ് എന്ന് കാണുന്നില്ലേ? ടയേർഡ് അല്ല, ഓക്കെ, ടയേർഡ് ആയിരുന്നില്ല. അപ്പോ ടയേർഡ് അല്ല എന്നാണ്, ക്ഷീണിതനല്ല. ഓക്കെ, അപ്പൊ അതൊരു വേർബിന് കൊടുക്കുന്ന വിശേഷണമാണ്. അപ്പോ അത് നോട്ട് എന്നുള്ളത് എന്തായിരിക്കും? ഒരു ആഡ് വേർബ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളത് വാവ്, എസ്റ്റർഡേ, രവി ആൻഡ് ഹി തുടങ്ങുന്ന ഈ പാരഗ്രാഫ് മുഴുവൻ പദങ്ങളും ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അടുത്ത സ്ലൈഡിൽ കാണുന്ന പോലെ 100% നിങ്ങൾക്ക്, അതായത് മുഴുവൻ പദങ്ങളുടെയും കാറ്റഗറികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സലന്റ് ആണ്. ഇനി 80% ആണെങ്കിൽ വെരി ഗുഡ് ആണ്, 60% ആണെങ്കിൽ ഗുഡ് ആണ്, 40% ആണെങ്കിൽ ആവറേജ് ആണ്, 20% മാത്രമാണെങ്കിൽ ബിലോ ആവറേജ് ആണ്, വെറും 10% ആണെങ്കിൽ പുവർ ആണ്. ഒരു വേർഡിനെയും നിങ്ങൾക്ക് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വാച്ച് അഗെയിൻ ആൻഡ് ലേൺ വെൽ. നിങ്ങൾ വീണ്ടും ഈ ക്ലാസ് കാണണം, നന്നായി പഠിക്കണം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനുണ്ട്. വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ചിലപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് 8 ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോ വളരെ ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഒന്നും അറിയാതെ അതിന്റെ ഹെഡിങ് മാത്രം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരുപക്ഷെ വളരെ ഒരു സംശയത്തോടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പേടിയോടെ ആയിരിക്കും ഇതിനൊക്കെ കാണുന്നത്. പക്ഷെ ബേസിക് ഇംഗ്ലീഷ് പഠിക്കുന്ന ഈ ഒരു ജേണിയിൽ നമുക്ക് ഈച്ച് ആൻഡ് എവറി ലെസൺ വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വലിയ ഒരു പേടിക്കാനോ ടെൻഷനോ ഉള്ള കാര്യമൊന്നുമല്ല. നമുക്ക് സിമ്പിളായിട്ട് ബേസിക് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് പോകാം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. സ്റ്റേ ട്യൂൺ. സീ യു സൂൺ.